ഡയറിയിൽ നിന്ന് ഉയർന്ന പുകരൂപം ദീപയുടെ നേർക്ക് നീങ്ങിയപ്പോൾ അവൾ ഭയന്ന് പിന്നോട്ട് മാറി. മുറിയുടെ വാതിൽ അടഞ്ഞു. ജനലുകൾ ആഞ്ഞടിക്കുന്ന ശബ്ദം അവളുടെ ഭയം വർദ്ധിപ്പിച്ചു. അച്ഛൻ്റെ ഡയറി നിലത്ത് കിടക്കുന്നു. അതിൽ നിന്ന് ഇപ്പോഴും നേരിയ കറുത്ത പുക ഉയരുന്നുണ്ട്. ആ നിഴൽ രൂപം ഇപ്പോൾ മുറിക്കുള്ളിൽ അവളുടെ തൊട്ടു മുന്നിൽ. നീ എൻ്റെ അടിമയാകും. ആ ഭീകര ശബ്ദം മുറിക്കുള്ളിൽ മുഴങ്ങി. ഒരുതരം തണുത്ത കാറ്റ് അവളെ പൊതിഞ്ഞു. ശരീരം തണുത്തു മരവിച്ചു. ദീപ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ശരീരം തളർന്നു. മനസ്സിൽ ഒരു തരം ശൂന്യത നിറയുന്നത് പോലെ തോന്നി. ആ ശക്തി അവളുടെ മനസ്സിലേക്ക് തുളച്ചു കയറാൻ ശ്രമിക്കുന്നത് അവൾക്ക് മനസ്സിലായി. നിനക്കെന്നെ തടയാൻ കഴിയില്ല. നിഴൽ ചിരിച്ചു. ആ ചിരിയിൽ ഒരുതരം പൈശാചികത നിറഞ്ഞിരുന്നു. അച്ഛൻ്റെ ഡയറിയിൽ കണ്ട വാക്കുകൾ അവളുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഭാര്യയെയും മകളെയും രക്ഷിക്കണം. ഒരു വഴി കണ്ടെത്തണം. അച്ഛൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ പരാജയപ്പെട്ടു. അവൾക്ക് അമ്മയെയും സ്വയവും രക്ഷിക്കണം. പെട്ടെന്ന് ദീപയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടായി. അമ്മയുടെ കയ്യിൽ പിടിച്ചപ്പോൾ തോന്നിയ തണുപ്പ്, അമ്മയുടെ കണ്ണുകളിലെ കറുപ്പ്, മനസ്സമ്മോഹനം. അച്ഛൻ ഡയറിയിൽ എഴുതിയത് സത്യമാണ്. അവൻ മനസ്സുകളെ നിയന്ത്രിക്കുന്നു. അവൾ കണ്ണുകൾ ബലമായി അടച്ചു. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എനിക്ക് വഴങ്ങാൻ കഴിയില്ല, അവൾ മനസ്സിൽ മന്ത്രിച്ചു. ഞാൻ എൻ്റെ അമ്മയെയും എന്നെയും രക്ഷിക്കും. ദീപയ്ക്ക് ആശ്വാസം തോന്നി. അവൾ രക്ഷപ്പെട്ടു, താൽക്കാലികമായി. പക്ഷേ അവൻ പൂർണ്ണമായി അപ്രത്യക്ഷനായിട്ടില്ല. ഈ വെളിച്ചം അവനെ താൽക്കാലികമായി തടഞ്ഞതാണ്. അവൾ വേഗത്തിൽ നിലത്ത് കിടന്ന അച്ഛൻ്റെ ഡയറി എടുത്തു. തറവാടിനുള്ളിൽ തന്നെ ഒരു വഴി കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. അവൾ അമ്മയുടെ മുറിയിലേക്ക് പാഞ്ഞു. അമ്മ കട്ടിലിൽ ഉറങ്ങുന്നു. ദീപ അമ്മയെ വിളിച്ചുണർത്തി. അമ്മേ, നമുക്ക് എവിടെയെങ്കിലും ഒളിക്കണം. ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട്. അമ്മ കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ ഭയമില്ല, ഒരുതരം നിർവികാരത മാത്രം. അമ്മ ദീപയെ നോക്കി ചിരിച്ചു. നീ എന്താ ദീപേ, രാവിലെ തന്നെ എവിടെ പോകാൻ? ദീപ ഞെട്ടിപ്പോയി. അമ്മ ഒന്നും ഓർക്കുന്നില്ല. രാത്രി നടന്നതൊന്നും അമ്മയുടെ ഓർമ്മയിലില്ല. ഇനി എന്തു ചെയ്യും? അമ്മ ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഈ ശക്തി അമ്മയുടെ ഓർമ്മകളും മായ്ച്ചു കളഞ്ഞു.